എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് 27-ാം ദിവസം നമ്മൾ പാരായണം ചെയ്യുന്നത് യുദ്ധകാണ്ഡത്തിലെ മേഘനാഥ വധം മുതൽ രാമരാവണ യുദ്ധം വരെയുള്ള ഭാഗങ്ങളാണ്. പാരായണം ചെയ്യുന്നത് ശ്രീമതി ജയശ്രീ സുരേഷ്, ശ്രീമതി പത്മ നായർ. രണ്ടുപേരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. ഹരി ഓം. ഹരി ഓം. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമോ. ഹരിശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. മേഘനാഥവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരെ കൂവതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പുറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെരെ വച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്യ ഗേഹങ്ങളും കാശീസ കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാചീ സമൂഹവും
തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിച്ചാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം. ഭൂതിയായി വന്നിതു രാത്രിഞ്ചര സ്ത്രീകൾ വെന്ത് അലറിപ്പാഞ്ഞു. ആർത്തി മൂമുഴുത്തു തിരുതെരച്ചാകയും മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചതുമെത്രയും പാർത്തോളം അത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാനാദഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴുങ്ങി ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുൻപുള്ളോരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുൻപിൽ ഞാൻ എന്ന് മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവ് ഇമ്പം കലർന്നടുത്താർ കപിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരെ ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴയും. ഏറ്റുപിടിച്ചും ഇടിച്ചും അടിച്ചും അങ്ങൂറ്റം നടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയടുക്കയും. വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും തിരിച്ചും കലേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി മുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താൻ അതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത. ജംഭാരി നന്ദനപുത്രനും കോപിച്ചോ കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിൻപേ തുടർന്നങ്ങ് അടുത്താൻ പ്രജംഘനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരം അങ്കദൻ. കൗണവന്മാർ മൂവരോടും പൊരുതതിക്ഷീണനായി വന്നിതു ബാലി തനയനും ഐന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം. കൊന്നാൻ പ്രജംഘനെ താനേ അനുമത പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ. കൊന്നിതു ശോണിത നേത്രനെയും അധ മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നത്രഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വൻപരാ വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണ് ഉഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ. അബ്ധിയിൽ വാരാനിധിയും കലക്കി മറിച്ച് അതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനും അതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ. സുഗ്രീവൻ അഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഖവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിരേ സിംഹനാദം ചെയ്ത് അടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജൻ അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതിമാറിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഖവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ. അതിക്രുദ്ധനായൊരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ. ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കവിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ. ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുകെന്ന നേരം മകരാക്ഷനും തന്നെ
സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തു രണാങ്കണേ. പന്നകതുല്യങ്ങളായ ശരങ്ങളെ അഗ്നികീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന് അഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ. രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുൻപുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊന്നായി പെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നു ഒരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാൻ അതു നേരം. പാരിലാമാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെത്തതാ. പാവകാസ്ത്രം കൊണ്ട് കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാപത്തു മുട്ടു തീർത്തിടിനാൻ രാവണി. താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പുരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാൻ. അതു കേട്ടു ദേവകുലാന്തനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങും പരിചാരകന്മാരോടും കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയന്നരികളെ നിഗ്രഹിച്ച് ഉൾപോവിലുണ്ടായ സങ്കടം പോക്കുവൻ. അന്തഃപുരം ബുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം. യുദ്ധം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്വം പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ട സൗമിത്രി ചെന്നു കാകുൽസ്ഥനോട് യുദ്ധമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടൻ അന്തം വരുത്തുന്നതെത്ര നാളേക്ക് പൊറുക്കേണം ഇങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലമുന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടധ രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. പാതകമുണ്ടാവതല്ലായിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനത എന്നിയേ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടു ഒരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പൊക്കു മായാസീതയെ തേരിൽ വച്ചുടൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതി താനും പരവശനായതു വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൽ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകിയെന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിൻ ആപത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട് സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു? പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെ അങ്ങു ചെന്നിടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേതുമേ യുദ്ധമാകർണ്യ വിധിസുതനും കവിസത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങ് വാങ്ങിപ്പോന്നിതു ഭവാൻ? ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയില്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടിതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം.
പോരിക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തം എപ്പേരുമേ. മോഹിച്ചു ഭൂമിയിൽ വീണു രഘുത്തമൻ സൗമിത്രിദാനതും അന്നേരം തിരുമുടി ചെന്നോ മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ അഞ്ജനാപുത്രനും ഉത്സംഗസീംനി ചേർത്താൻ അതു കണ്ട് നിസ്സംഗരായൊക്കവേ നിന്നു കവികളും ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ദോഷമുണ്ടായതെന്നാത്മനെ ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതമിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കയ്യിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരും ഉണ്ടായി വരാ. മായാനിപുണനാ മേഘനിനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശു കേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംബിലയിൽ ചെന്നു പുക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു കണ്ടൊരുപായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായിൽ എന്നു മന്നവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കൂദയാനിധേ. ലക്ഷ്മണനും അടിയനും കവികുല മുഖ്യപ്രവരുമായിട്ടു പോകണം. ഓർത്തു കാലം കഴിഞ്ഞിടരുതേതുമേ യാത്രയയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു മന്നവൻ പോകാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്ന് ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടും മഹാകവിസേനയും രക്ഷോവരനും നടന്നാൻ അതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരി താരനും ശൂരൻ ഋഷഭൻ ശരഭൻ വിനതനും ധീരൻ പ്രമാദി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ ദുർമുഖൻ സുമുഖൻ ബലിശ്വേതൻ ദധിമുഖൻ അഗ്നിമുഖൻ ജഗൻ മേതുരൻ ധൂമൻ ഗവയൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും ചുറ്റും നടന്നിതു. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംബില പൊക്കു നിറഞ്ഞിതു. നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ. രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായി അടുത്തു കവികളും ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും. മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ ചെറ്റകറ്റി ഒഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി. വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്ത് പോരിനടുത്തിടിനാൻ. മുൻപിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംബിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടും കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞില ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്തിരിവൻ ഇനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്ത് ഇന്ദ്രജിത്തും അത്യർത്ഥം ശസ്ത്രങ്ങൾ എഴുതിയിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന
നീ സാക്ഷാൽ പിതൃവര്യനല്ലോ. മമ കേവലം പുത്രമിത്രാദി വർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു കൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവോ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്തു കണ്ടേതും ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിക, നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല. വിചാരിക്ക മാനസേ, വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ഞാൻ. അംശുമാലി കുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. രണ്ടു ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര, വിശേഷിച്ചും കണ്ടുകൊള്ളല്ലായെങ്കിൽ ഇന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാൻ ഏറ്റവും. 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ. ശക്രാരി മേനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചരനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്ന് സാരഥി തന്റെ തലയും മുറിച്ച് അതിസാരമായോരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജൻ അന്നേരം ഊറ്റമായോരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരും അറിഞ്ഞില്ല പോയതും വന്നതും. നാരദൻ താനും പ്രശംസിച്ചു തന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടോരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള പോരുണ്ടായതിൽ ഇനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃഷം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംബോരുഹൗ മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്ന് പങ്ക്തി കണ്ടാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാതൂണിയിൽ വന്നു പുക്കു ശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിശിച്ചോരുടനുടൻ അപ്സരസ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തഥാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റവും ആനന്ദിച്ചിതാശു വിരിഞ്ചനും. അന്നേരം ലങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തു രാഘവൻ ഊഢമോദം മുകർന്നിടിനാൻ. മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു, ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചതു കാരണം
രാവണൻ താനും മരിച്ചാനറിക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിൻ ദശഗ്രീവനും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാവണ വിലാപം. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചത് കേട്ടോരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നിത് ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരീ നന്ദന, ഹാഹാ സുകുമാര വീരാമനോഹര, മത്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവത് ദുഃഖമിതെന്ന് മറയ്ക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും മുനിമാർക്കും ദ്വിജന്മാർക്കും ഇന്ന് നന്നായിറങ്ങിയിടുമാറായത് നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണമെന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലേ മമ. ഖഡ്ഗവും ഒങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതിയായത്രയും വേപതുഗാത്രിയായി. ആ രാമ രാമ രാമേതി ജപത്തോടും ആ രാമദേശേ വസിക്കും ദശാന്തരെ. ബുദ്ധിമാനായ സുപാർശൻ നയജനൻ, അത്യുത്തമൻ ഗർഭുരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിക നിർമ്മലനെന്ന ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനും അനന്തനും. ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ, ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ, സാമവേദജ്ഞൻ, സമസ്ത വിദ്യാലയൻ, വാമദേവാധിവാസാത്മാജിതേന്ദ്രിയൻ, വേദവിദ്യാവൃത സ്നാനപരായണൻ, ബോധവാൻ, ഭാർഗവശിഷ്യൻ, വിനയവാൻ എന്നിരിക്കെ ഭവാൻ ഇന്ന് യുദ്ധാന്തരെ നന്നെത്രയും ഓർത്തു കൽപ്പിച്ചതും ശ്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോ മയാ സാധം വിരവോട് പോരിക പോരിനായി മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ. ജാനകീ ദേവിയെ പ്രാപിച്ചു കൊള്ളുക, മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശൻ പറഞ്ഞത് യാഥദാനാധിപൻ കേട്ട് സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടും നിരൂപിച്ച് ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്ന് രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിയിടിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിത് രാവണൻ നിന്ന് പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെ ഇതെയ്ത് ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്ന വശം കെട്ട് ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനിമമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം ബുക്കനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്ന് നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരും അർക്കാനയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ച് വാരുതിയും കടന്നിക്കരെ വന്ന് ലങ്കാപുരം പ്രാപിച്ച് ശക്രാരിമുഖ്യ നിശാചരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ഏകാകിയായത് ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായത്. സദ്ഗുരു ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്ത് ശത്രുക്കൾ തോൽക്കും പ്രകാരമതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതുണീര ചാപ അശ്വരഥാദികൾ. വാനവരാലമജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾ എന്നോട് സാദര മന്ത്രമെന്നിയേ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ട് രക്ഷോഗണാധിപനാകിയ രാവണൻ
പന്നകലോക സമാനമായി തീർത്തിത് തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം ദിവ്യമാം ഗവ്യഹവ്യാദിഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമുഖം ബുക്ക് ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായ ഒരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനയച്ചിടുക സാമോദമാശു കപികുല വീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാംഗതാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറി കടന്നങ്ങ് രാവണ മന്ദിരം പാലകന്മാരെയും കൊന്ന് മർക്കടവീരരൊരുമിച്ചാനാകുലം വാരണവാജി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമ നിജകര സഞ്ജയ സൂചിച്ചിത് ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണമാമയഹീനം പൊടിപ്പെടുത്തങ്കതൻ തത്ര ഗുഹയിലകമ്പൂക്ക നേരത്ത് നക്രഞ്ജരേന്ദ്രനെ കാണായുധന്തികെ. മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയാ തെറ്റെന്ന് ചെന്നു ഗുഹയിലിറങ്ങിനാൻ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു വാനരൻ. താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ച് ഖണ്ഡിച്ചത് ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹൽശ്രുതം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താനതുകൊണ്ട് സത്വരം ക്രീഡയാവാനര ശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതു മിളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ. മണ്ടോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡലമെല്ലാം നറുക്കിയിട്ടിടിനാൻ. വിത്രസ്തനീയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിനാൻ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തത് ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപിവരൻ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പത് പോരെ പരിഭവമോർക്കിൽ ജലമതേ. എന്തിനായിക്കൊണ്ട് നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ. ജീവിതാശാദേ ബലീയസി മാനസേ ഹാ വിധി വൈഭവം എത്രയും അദ്ഭുതം. അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവന് തൽ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകുന്നു തൻ വാളുമായി സത്വരം. അങ്കദൻ തന്നോടടുത്താനത് കണ്ട് തുങ്കശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വരപത്നിയെയുമായി ചാർത്ത് വിളിച്ചു പുറത്തു പോന്നിടിനാൻ. ഹോമശേഷം മുടക്കി വയമെന്ന് രാമാന്തികെ ചെന്ന് കൈതൊഴുതിയിടിനാർ. മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. രാവണന്റെ തത്വോപദേശം. നാഥേ, ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിന് മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടേണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിയ നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്ക് സംസാരവും അത് കാരണം. ശോകഭയക്രോധ ലോഭമോഹസ്പൃഹാരാഗഹർഷാദി ജരാമൃത്യു ജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകതി. ജ്ഞാനസ്വരൂപനാത്മാ പരനദ്വയൻ ആനന്ദപൂർണ്ണ സ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം, അതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ട് തെളിഞ്ഞുടൻ ആത്മനി ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവന്നിടുവിൻ. അല്ലായിലോ രാമസായകമേറ്റ് കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നുടെ കൂടവേ. പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോട് വന്നാൽ ഗതിയും വരും.
വിഗ്രഹിച്ചത് കേട്ട് മണ്ടോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളത് നേരം രാഘവനെ ജയിപ്പാനാ ആര് രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്ന് ധരിക്കുന്നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ച് വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നമൊരു ലക്ഷയോജന വിസ്തൃതമായ ഒരു കൂർമ്മമായി ക്ഷീരസമുദ്രമധുനകാലേ പുരാ ഘോരമാം മന്ദിരം മൃഷ്ടേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്ന് മണ്ണിടം തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശുപുതന്മാരിടം കൈനഖം കൊണ്ടു പിളർന്നതും മൂന്നടി മണ്ണ് ബലിയോട് യാചിച്ചു ഭൂലോകവും മൂന്നടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ പതിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായ രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീ സുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്ന് ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനന്തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ. നിർലജ്ജനാകിയാൽ മൂഢജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമന് സോദരനായി കൊണ്ട് രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്രയും നാമിനിക്കാനനം വാഴ്ക തപസ്സിനായി. മണ്ടോദരി വാക്ക് കേട്ടോ ഒരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനത് നേരം പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യുവരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നത് ഭംഗിയല്ലടോ ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇങ്ങനെ നമ്മള് രാമായണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ദ്രജിത്തിന്റെ വധം എന്നുള്ളത്. ഇന്ദ്രജിത്ത് എന്ന പേര്, മേഘനാഥൻ എന്നാണ് പേര്. ഇന്ദ്രജിത്ത് എന്നുള്ളത് ഇന്ദ്രനെ ജയിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു പേരും കൂടി അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോ ശക്തിക്കും ഒന്നും കുറവില്ല, ധാരാളം വരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പിന്നെ മായാപ്രയോഗങ്ങളൊക്കെ അറിയുന്ന ആളാണ്. അപ്പൊ എല്ലാ വിധത്തിലും ഉള്ള കഴിവുകളുണ്ട്. പക്ഷെ ആ കഴിവുകളൊക്കെ, വരങ്ങളൊക്കെ ശക്തി നൽകുന്ന വരങ്ങളാണ്. നമ്മൾ ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും ഒക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ വരങ്ങള് ഉപയോഗത്തിൽ വരും. പക്ഷെ ആ വരം എങ്ങനെയാണ്, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ആ വരം അത് ഫലിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ഒരു ഉണ്ടാവും. കാരണം ഇന്ദ്രജിത്ത് വരം വാങ്ങിയിട്ടുള്ളത് ബ്രഹ്മാവിൽ നിന്നാണ്. അപ്പോ എനിക്ക് മരണമില്ല എന്നുള്ള വരം കൊടുക്കാൻ ബ്രഹ്മാവിന് സാധിക്കില്ല. അത് നമ്മള് ഹിരണ്യകശിപുവിന്റെ കഥയിലും കേട്ടിട്ടുണ്ട്. പക്ഷെ മരണം ഏതൊക്കെ വിധത്തിൽ ആവാം എന്നുള്ളത് ഇവിടെയും വാങ്ങിയിട്ടുണ്ട്. അപ്പോ 14 വർഷം ഉറങ്ങാതെ ഇരുന്ന ഒരാൾക്ക് മാത്രമേ എന്നെ വധിക്കാൻ പറ്റൂ എന്നാണ്. അങ്ങനെ ഒരാളുണ്ടാവോ? പക്ഷെ അവിടെ അതും ഉണ്ടായി, ലക്ഷ്മണൻ. അപ്പൊ അതാണ് വരങ്ങൾ വാങ്ങുമ്പോ നമ്മള് ഈ വരം വാങ്ങുന്നവര് വിചാരിക്കുകയാണ് ഇത് നടക്കില്ല, അപ്പൊ എനിക്ക് മരണമില്ല എന്ന് തന്നെയാണ്. ഹിരണ്യകശിപുവിന്റെ കഥയിലും നമ്മൾ അത് തന്നെയാണ് കണ്ടത്. പല കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അകത്ത് പാടില്ല, പുറത്ത് പാടില്ല, അങ്ങനെ കുറേ സംഗതികൾ ഉണ്ടായിരുന്നു. ആയുധം പ്രയോഗിക്കാൻ പാടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നഖമാണ് ആയുധമായിട്ട്. അപ്പോ ഭഗവാന്റെ മുന്നില് ഇതൊന്നും, ഈ വരങ്ങളൊക്കെ ഫലിക്കും. പക്ഷെ ഇവിടെ അഹങ്കാരം വന്നു ചേർന്നു. അപ്പൊ ഈ വരങ്ങളെ രക്ഷിക്കണമെങ്കിലും വേണം, അതിനും വേണം നമുക്ക് വിവേകം. അപ്പോ അതില്ലാതെ പോയതാണ് ഇങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോ ഇന്ദ്രജിത്ത് മരിച്ചതോടുകൂടി രാവണൻ മരിച്ച പോലെയാണല്ലോ തോന്നുക. മക്കള് അച്ഛൻ അല്ല മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ മക്കള് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ദുഃഖമുള്ള കാര്യമാണ്. അപ്പൊ അവിടെ ആ ആത്മധൈര്യമൊക്കെ വിട്ടു പോവാണ്. പിന്നെ ചെയ്യാനുള്ളത് പൂജയാണ്.
അതാണല്ലോ പിന്നെ പൂജ ചെയ്യാന്ന് തീരുമാനിച്ചത്. അവിടെയും ഇനി എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോ ഭാര്യ പറയുന്നുണ്ട്, അതുപോലെ കുല ഗുരുവായിട്ടുള്ള ശുക്രാചാര്യര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷെ അവിടെ ഒരേ ഒരു വിചാരം, പക്ഷെ കുറച്ചൊരു ഒരു റിയലൈസേഷൻ വരുന്നുണ്ട് രാവണന്. രാവണൻ പറയുന്നുണ്ട്, രാമന്റെ ബാണം കൊണ്ട് മരിച്ചാൽ വൈകുണ്ഠ രാജ്യം കിട്ടും എന്ന്. അപ്പൊ അത്രയ്ക്ക് അവസാന നേരത്തെ അതൊരു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ വിശേഷപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. നമുക്ക് ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.